എഫ്.ഐ സംസ്ഥാന സമ്മേളന വേദിയിൽ അവതരിപ്പിച്ച നാടകത്തെ പിന്തുണച്ച് നടൻ ജോയ് മാത്യു രംഗത്തെത്തി. വിവാദത്തിന് പിന്നിൽ കലാരൂപങ്ങളിലെ മാറ്റം കാണാനാകാത്ത ലൈംഗിക വിഷാദികളാണെന്ന് നടൻ വിമർശിച്ചു. സദാചാരവാദികൾ ഇരുട്ടിൽ നീല കലർന്ന സിനിമകൾ ആസ്വദിക്കുന്നതിൽ തെറ്റ് കാണുന്നില്ല എന്ന് അദ്ദേഹം പരിഹസിച്ചു. മലമ്പുഴയിലെ യക്ഷിയെ വിമർശിച്ചവർക്ക് അവിടെ നിന്നും ബസ് കിട്ടിയിട്ടില്ല എന്നും ജോയ് മാത്യു ഫേസ്ബുക്ക് പോസ്റ്റിൽ എഴുതി. വിശദാംശങ്ങളുമായി ആകാശ് തടത്തിലാണ് ചേരുന്നത്. ആകാശ്, ജോയ് മാത്യു ഡിവൈഎഫ്ഐക്കൊപ്പം നിൽക്കുന്നയാളല്ല, രാഷ്ട്രീയമായിട്ട് അദ്ദേഹം മറുപക്ഷത്താണെന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. പക്ഷേ ഈ വിഷയത്തിൽ ഡിവൈഎഫ്ഐ വേദിയിലെ നാടകത്തെ കല എന്നതിലേക്ക് കാണണമെന്നാണ് ജോയ് മാത്യു പറയുന്നത്, അല്ലേ? സനീഷ്, അതിൽ രണ്ട് വശങ്ങളുണ്ട്. ആദ്യത്തെ വശം എന്ന് പറയുന്നത് കല എന്ന രൂപത്തിൽ തന്നെ ഈ നാടകത്തെ കാണണമെന്ന് ജോയ് മാത്യു പറയുമ്പോൾ തന്നെ ഈ ട്രോള്, ഈ നാടകത്തിനായ ഭാഗമായിട്ടുള്ള ഈ ട്രോൾ ഉണ്ടാക്കുന്നത് ഡിവൈഎഫ്ഐ ആണെന്ന് കൂടിയുള്ള ഒരു പരാമർശം ഈ ഫേസ്ബുക്ക് കുറിപ്പിലുണ്ട്. നമുക്കറിയാം, തൃശ്ശൂരിൽ നടന്ന ഡിവൈഎഫ്ഐ സംസ്ഥാന സമ്മേളനത്തിലായിരുന്നു ഈ നാടകം അവതരിപ്പിച്ചത്. അതിനുശേഷം ചില ഭാഗങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ കട്ട് ചെയ്തിട്ട് വലിയ രീതിയിൽ വിമർശനവുമായി മുന്നോട്ട് വരികയായിരുന്നു. അതിൻ്റെ പിന്നിൽ കോൺഗ്രസും മറ്റു സംഘടനകളാണെന്നാണ് ഇടതുപക്ഷം ഉന്നയിച്ചിരുന്നത്. അതിൽ തന്നെ അതിന്റെ ഭാഗമായി തന്നെ ഇന്ന് ജോയ് മാത്യുവിന്റെ ഫേസ്ബുക്ക് കുറിപ്പ് ഉണ്ടായിരിക്കുന്നത്. അതിന്റെ തലക്കെട്ട് ഇങ്ങനെയാണ്: അരങ്ങും ഔചിത്യവും, വിഷയം നാടകമാണ്, ട്രോളാക്കുന്നത് ഡിവൈഎഫ്ഐ ആണ്. ലോകം മാറുന്നതിനൊപ്പം കലാരൂപങ്ങളിൽ മാറ്റം സംഭവിക്കുന്നത് മനസ്സിലാക്കാനുള്ള കഴിവില്ലാത്ത ലൈംഗിക വിഷാദികളാണ് ഒരു നാടകത്തിലെ സ്ത്രീ സാന്നിധ്യത്തിന്റെ അർദ്ധനഗ്നത കണ്ട് ഓരിയിടുന്നത്. ഇതേ സദാചാരവാദികൾ നീലകലർന്ന സിനിമകൾ ഇരുട്ടിലിരുന്ന് ആസ്വദിക്കുന്നതിൽ തെറ്റു കാണാത്തവരായിരിക്കും. അരനൂറ്റാണ്ട് മുമ്പ് വിഖ്യാതമായ ശില്പി കാനായി കുഞ്ഞിരാമന്റെ മലമ്പുഴയിലെ ലക്ഷി എന്ന അതിപ്രശസ്തമായ ശില്പം കണ്ട് നെറ്റി ചുളിച്ച അതേ കപട സദാചാരവാദികൾ ഇപ്പോഴും അവിടെ നിന്ന് ബസ് കിട്ടാതെ നിൽക്കുകയാണ്. അവരാണിപ്പോൾ ഒരു നാടകത്തിലെ സ്ത്രീ ശരീരത്തെക്കുറിച്ച് പരിഹസിക്കുന്നത്. നാടകം എന്ന കലാരൂപം ഇത്രയും കാലം മുന്നോട്ട് പോയി എന്ന് ഈ സദാചാരവാദികൾക്കറിയില്ല എന്നൊരു ഫേസ്ബുക്ക് കുറിപ്പാണ് ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത്. ഇതിൽ കൃത്യമായി തന്നെ ഈ ഒരു കലാരൂപവുമായി ബന്ധപ്പെട്ട് ഈ നാടകത്തിനോടൊപ്പം നിൽക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഇത് ഡിവൈഎഫ്ഐയുടെ ഭാഗത്തു നിന്നും ഡിവൈഎഫ്ഐ പ്രചരിപ്പിച്ചതാണ് എന്ന രീതിയിൽ തന്നെയാണ് അദ്ദേഹത്തിന്റെ വിമർശനവും കൂടി ഉന്നയിക്കുന്നത്. ഏതായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിലവിൽ ജോയ് മാത്യുയുടെ ഭാഗത്ത് നിന്ന് നാടകത്തിനൊരു അനുകൂല നിലപാടാണെങ്കിൽ പോലും ഈ ഒരു ഡിവൈഎഫ്ഐക്കെതിരെ ഡിവൈഎഫ്ഐ ആണ് ഇതൊരു ട്രോളാക്കി മാറ്റുന്നത് എന്ന തരത്തിലുള്ള വലിയ രീതിയിലുള്ള ഒരു കാര്യം കൂടി, ഒരു മുന്നറിയിപ്പ് കൂടിയാണ് മുന്നോട്ട് വെക്കുന്നത്. ഏതായാലും മാറിയിട്ടുണ്ട് സംസ്ഥാനത്താകെ തന്നെ. ഡിവൈഎഫ്ഐ എന്തായാലും രണ്ടാമത് നാടകം ഒന്നുകൂടെ അവതരിപ്പിക്കാൻ തീരുമാനിച്ചു എന്നാണ് അറിയുന്നത്. ഇതിന് പിന്നിൽ കോൺഗ്രസിന്റെ ഭാഗമായിട്ടുള്ള ഐഡികളാണ് എന്നാണ് ഡിവൈഎഫ്ഐയുടെ നേതാക്കൾ പറയുന്നത്. ഇക്കാര്യം അതായത് പ്രതികരിച്ച ജോയ് മാത്യു നാടകത്തെ കലയായിട്ട് കാണണം, ഇതിനെ അശ്ലീലമായിട്ടല്ല കാണേണ്ടത് എന്ന് പറയുമ്പോൾ തന്നെയും ഈ ട്രോളുകളൊക്കെ ഉണ്ടാക്കുന്ന ഡിവൈഎഫ്ഐക്കാർ തന്നെയാണ് എന്ന ഡിവൈഎഫ്ഐക്കെതിരായിട്ടൊരു വിമർശനവും കൂടെ അദ്ദേഹം വെക്കുന്നുമുണ്ട്.